മഹാഭാരതത്തിലെ അതിശക്തരും സമർത്ഥരുമാണ് കൗരവർ. ധർമ്മത്തിന്റെ ഭാഗത്തു നിന്നും യുദ്ധം ചെയ്ത പാണ്ഡവരെക്കാൾ കൗരവരെ ആരാധിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. ആരാണ് കൗരവർ? നമുക്ക് കേട്ടുനോക്കാം. ഹസ്തിനപുരത്തെ ധൃതരാഷ്ട്രർ ഗാന്ധാര രാജാവായ സുബലന്റെ പുത്രി ഗാന്ധാരിയെ വിവാഹം ചെയ്തു. ഗാന്ധാരിയുടെ സഹോദരനാണ് സൂത്രശാലിയായ ശകുനി. വിവാഹത്തിനുശേഷം ഗാന്ധാരിക്ക് 100 പുത്രന്മാർ ഉണ്ടാകട്ടെ എന്ന് ഭഗവാൻ വേദവ്യാസൻ അനുഗ്രഹിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ഗാന്ധാരി ഗർഭവതിയായി. പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ടും ഗാന്ധാരി പ്രസവിച്ചില്ല. ഇതേ സമയം പാണ്ഡുവിന്റെ ഭാര്യ കുന്തി യുധിഷ്ഠിരന് ജന്മം നൽകി. ഇതറിഞ്ഞ ഗാന്ധാരി ദുഃഖിതയായി. അവൾ തന്റെ നിറവയറിൽ ആഞ്ഞടിച്ചു. അങ്ങനെ വയറ്റിൽ നിന്നും ഒരു മാംസക്കട്ട പുറത്തു വന്നു. ഗാന്ധാരി ഒരു മാംസക്കട്ട പ്രസവിച്ചു എന്ന വിവരം ഹസ്തിനപുരം മുഴുവനും അറിഞ്ഞു. ഇതറിഞ്ഞ വേദവ്യാസൻ കൊട്ടാരത്തിലെത്തി. വേദവ്യാസൻ മാംസക്കട്ട 100 കഷ്ണങ്ങളായി മുറിച്ച് അവ ഓരോ നെയ്ക്കുടങ്ങളിലാക്കി സൂക്ഷിച്ചു. ഒരു ചെറിയ കഷ്ണ അധികം വന്നു. അതും കുടത്തിൽ സൂക്ഷിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. നെയ്ക്കുടങ്ങളിൽ നിന്ന് മുട്ട വിരിയുന്നത് പോലെ ഓരോ കൗരവന്മാർ ജനിച്ചു. ആദ്യം ദുര്യോധനൻ, പിന്നെ ദുശാസനൻ, അങ്ങനെ 100 പുത്രന്മാർ. അവസാനം ജനിച്ചത് ഒരു പെൺകുട്ടിയായിരുന്നു, ദുശല.